ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഇപ്പോൾ നോ കോണ്ടാക്ട് അല്ലെങ്കിൽ ബ്രേക്കപ്പിലുള്ള നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു ട്രൂ ഫീലിങ്സ് ആണ്, അല്ലെങ്കിൽ ഹൗ ദേ ഫീലിംഗ് നോ കോണ്ടാക്ട് സിറ്റുവേഷൻ എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതൊരു റിക്വസ്റ്റഡ് വീഡിയോ ആണ്. കമൻസിൽ ഒരുപാട് പേര് പറഞ്ഞിരുന്നു കറന്റ് ഫീലിങ്സ് അല്ലെങ്കിൽ ട്രൂ ഫീലിങ്സ് നോക്കാനായിട്ട്. അപ്പം ഞാൻ ഓൾമോസ്റ്റ് അത് ചെയ്യാറുള്ള ടോപ്പിക്കാണ്. പക്ഷേ ഇന്ന് ചെയ്തിട്ട് വീണ്ടും നാളെ അത് തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു അങ്ങനെ വേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ചെയ്യുന്നത്. ഇപ്പം എന്തായാലും വീണ്ടും നമ്മൾ ഇത് തന്നെയാണ് നോക്കുന്നത് കേട്ടോ, ട്രൂ ഫീലിങ്സ് തന്നെയാണ് നോക്കുന്നത്. അപ്പം ഇതുപോലെ നിങ്ങൾക്ക് അറിയാനായിട്ട് താല്പര്യമുള്ള ടോപ്പിക്സ് നിങ്ങൾക്ക് കമൻറ്റിൽ പറയാം. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ സജസ്റ്റ് ചെയ്യുന്നത് എന്താണെന്ന് നോക്കിയിട്ട് നമുക്കത് വീഡിയോ ആയിട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോ ആണ്, അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജനറൽലെസ് ആണ്. സോ നിങ്ങൾ ഇത് എപ്പോൾ കണ്ടു കഴിഞ്ഞാലും നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. അപ്പോൾ ഈ സ്പ്രെഡ് എടുക്കുന്ന ടൈമിൽ നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു എനർജി ഇവിടെ വരാനായിട്ട് നിങ്ങൾ അവരെക്കുറിച്ച് ഒരു 10 സെക്കൻഡ്സ് മനസ്സിൽ വിചാരിക്കുക. പോസിറ്റീവായിട്ട് അവരുടെ ഒരു ഫേസ് കൊണ്ടുവരിക, ഒരു മെമ്മറി കൊണ്ടുവരിക. ഓക്കെ, അപ്പോൾ ഞാൻ ഓൾറെഡി പറയാറുണ്ട്, ഈ ഒരു ഷഫ്ലിംഗ് കാണാനായിട്ട് താല്പര്യമില്ലാത്ത ആൾക്കാരാണെങ്കിൽ, അല്ലെങ്കിൽ അത്രയും ടൈം പോവുമല്ലോ, വേസ്റ്റ് ആവുമല്ലോ എന്ന് വിചാരിക്കുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിത് ആ ഒരു ഭാഗം സ്കിപ്പ് ചെയ്തിട്ട് കാണുക കേട്ടോ. ഓക്കെ, അപ്പം നമുക്ക് കാർഡ്സ് എല്ലാം കിട്ടിയിട്ടുണ്ട്. ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നിരിക്കുന്നത് നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ഓക്കെ, ഞാൻ ഇതൊന്ന് ശരിക്കും അറേഞ്ച് ചെയ്തിട്ട് ക്യാമറയിൽ കിട്ടുന്ന വിധമാക്കിയിട്ട് കാണിക്കാം കേട്ടോ. ഇപ്പോൾ എല്ലാവർക്കും കാർഡ്സ് എല്ലാം വിസിബിൾ ആണെന്ന് വിചാരിക്കുന്നു. ഇപ്പം ഞാനിത് ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചത് എന്താണെന്ന് വെച്ചാലേ, നമ്മൾ ഈ റീഡിംഗ് ഒക്കെ ചെയ്യുമ്പോൾ ഈ കാർഡ്സ് ഇങ്ങനെ വലിച്ചു വാരിയിട്ട് ഒരു വല്ലാത്തൊരു രീതിയിലാവുന്ന എനിക്ക് വലിയ താല്പര്യമില്ല. അപ്പം അതുകൊണ്ടാണ് ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് കാണിക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഓക്കെ, അപ്പം നമ്മളിവിടെ നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു കറൻറ്റ് ഫീലിങ്സ് അല്ലെങ്കിൽ ട്രൂ ഫീലിങ്സ് ആണ് നമ്മളിവിടെ നോക്കുന്നത്. അപ്പം നമ്മൾ ഇന്നാളെല്ലാം നോക്കിയതുപോലെ ഇപ്പോൾ ഈ പേഴ്സൺ ആരുടെ എനർജി ആണെങ്കിലും ഇവരിപ്പോൾ കരഞ്ഞ് നിലവിളിച്ച് ഒടിഞ്ഞു തൂങ്ങിയിരിക്കുന്ന ഒരവസ്ഥയിലൊന്നും അല്ല കേട്ടോ. നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. ഒന്നില്ലെങ്കിൽ ആ പേഴ്സൺസിന് ഇമ്പ്രൂവ്മെൻറ്റ് വന്നതായിരിക്കാം, അല്ലെങ്കിൽ ഇത് വേറെ പുതിയ പേഴ്സൺസിൻ്റെ എനർജി ആയിരിക്കാം. കാണുന്ന ആ ഒരു വ്യൂവേഴ്സ് മാറി വരുന്നുണ്ടല്ലോ. അപ്പോൾ എങ്ങനെ തന്നെയാണെന്നുണ്ടെങ്കിലും നല്ല മാറ്റമുണ്ട്.
അതുപോലെ തന്നെ കഴിഞ്ഞൊരു റീഡിങ്ങിൽ ഞാൻ ഇങ്ങനെ പറഞ്ഞിരുന്നല്ലോ, നിങ്ങൾ അവർക്ക് വേണ്ടി പ്രേ ചെയ്യുമോ, അത്രയും ഒരു മോശമായിട്ടുള്ള ഒരു അവസ്ഥയിലായിരുന്നല്ലോ. അപ്പോൾ അങ്ങനെ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് അവർക്ക് പ്രേ ചെയ്യാനൊന്നും ബുദ്ധിമുട്ടില്ല, അവർ തീർച്ചയായിട്ടും ഈ വ്യക്തി എവിടെയാണെങ്കിലും സന്തോഷത്തോടെ ഇരിക്കാൻ പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ തീർച്ചയായിട്ടും അതിന് നല്ലൊരു ഫലമുള്ള ഒരു റിസൾട്ട് ഉള്ള ഒരു കാര്യമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ ആരെങ്കിലും ഭയങ്കരമായിട്ട് വിഷമിപ്പിച്ചിട്ടുണ്ട്, അവരുടെ മനസ്സ് നോവിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു കർമ്മം നമുക്കുണ്ടാവും. പക്ഷെ ആ വ്യക്തി തന്നെ നമുക്ക് മാപ്പ് തരികയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി വല്ലാതെ കുറയും. അത് തീർച്ചയായിട്ടും ഉള്ളൊരു കാര്യമാണ്. അപ്പം അതുപോലെ നിങ്ങൾ അങ്ങനെ കുറേ പേര് അവരുടെ പേഴ്സൺസിന് എവിടെയാണെങ്കിലും നന്നായിട്ട് ഇരിക്കട്ടെ എന്നുള്ള ഒരു പ്രേ കൊടുക്കുന്നത് കൊണ്ടാണോ എന്നറിയില്ല, ഇതിൽ ഇവരിപ്പോൾ ഒരു മോഡറേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇവിടെ നമുക്ക് ഫസ്റ്റ് കാർഡ് എന്ന് പറയുമ്പോൾ വന്നിരിക്കുന്നത് 4 ഓഫ് സൂട്ട്സിന്റെ കാർഡാണ് വന്നിരിക്കുന്നത് ഫസ്റ്റ് തന്നെ. അതായത് ഈ വ്യക്തി ഇപ്പോൾ നിങ്ങളുടെ കേസിലാണെങ്കിലും അല്ലെങ്കിൽ ഇനിയിപ്പോൾ തേർഡ് പാർട്ടിയുടെ കൂടെ പോയ വ്യക്തികളാണെങ്കിലും അവർ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് മടുത്ത് ഇനി എനിക്കൊരു റെസ്റ്റ് വേണം എന്നൊക്കെ വിചാരിച്ചിട്ട് ഒരു സെൽഫായിട്ടുള്ള അവരുടെ ഒരു കാര്യം തന്നെ വിചാരിച്ചിട്ട് അവർ ഒന്ന് അടങ്ങിയിരിക്കാം. അല്ലെങ്കിൽ ഒരു മൈൻഡിനും ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എനിക്കൊരു ഇതുണ്ടാവില്ല, എൻ്റെ മൈൻഡ് ആയാലും ബോഡി ആയാലും ഒന്നും ശരിയായിട്ട് വരില്ല, എനിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്ന് മനസ്സിലാക്കി ഒന്ന് കാമായിട്ടിരിക്കുന്ന വ്യക്തികളെയാണ് നമ്മളിവിടെ കാണുന്നത്. ഇവിടെ മൊത്തത്തിലെ അങ്ങനത്തെ ഒരു എനർജിയാണ് നമ്മൾ കാണുന്നത് കേട്ടോ. അതുപോലെ തന്നെ ഇവരിപ്പോൾ ആരുമായിട്ടും വലിയ കമ്മ്യൂണിക്കേഷൻ ഒന്നുമില്ല. ഇവർക്കിപ്പോൾ കൂടുതലും ഈ ഒരു സ്പ്രെഡ് പ്രകാരം നമ്മൾ കാണുന്നത് ഇവർക്ക് ഒറ്റയ്ക്കിരിക്കാനുള്ള, അതായത് ഒരു സോളിറ്റ്യൂഡ് എനർജിയാണ് നമുക്കിവിടെ കാണുന്നത്. എല്ലാവരുടെ അടുത്തും പോയിട്ട് ഭയങ്കരമായിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്താനൊന്നുമല്ല, അവരുടേതായ ഒരു ലോകം അതിനകത്ത് ഇരിക്കാനാണ് ഇവരിപ്പോൾ ഇഷ്ടപ്പെടുന്നതെന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ നമുക്ക് സെക്കൻഡ് കാർഡ് വന്നിരിക്കുന്ന ഹാങ്ഡ് മാൻ്റെ എനർജിയാണ്. അപ്പോൾ ഹാങ്ഡ് മാൻ്റെ എനർജി ഇവിടെ ഈ ഒരു സിറ്റുവേഷനിൽ പറയുമ്പോൾ ഈ വ്യക്തി ഒരുപാട് കാര്യങ്ങൾ ആലോചിക്കുന്നു എന്ന് പറയുമ്പോൾ നിങ്ങളുടെ കാര്യത്തിനോടൊപ്പം തന്നെ ഇവരുടെ കരിയർ ബിൽഡപ്പ് ചെയ്യാൻ, അല്ലെങ്കിൽ ഇവർക്ക് എന്താണോ ഒരു അടുത്ത നെക്സ്റ്റ് വഴി എന്താണ്, ആ വഴിയാണ് അവർ പ്ലാൻ ചെയ്യുന്നത്. ആ ഒരു വഴിയിലേക്ക് കൂടുതൽ റിസൾട്ട് വേണം, ഇങ്ങനെ ഇരുന്നാൽ ശരിയാവില്ല എന്ന് വിചാരിക്കുന്ന ഒരു മൈൻഡ് കൂടിയാണത്. ആ ഒരു ചിന്തയാണ് നമുക്ക് ഇവിടെ ഈ ഒരു സ്പ്രെഡ് പ്രകാരം നിങ്ങളുടെ ഒരു പേഴ്സന്റെ എനർജി ആയിട്ട് ഇവിടെ കാണാൻ പറ്റുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നെക്സ്റ്റ് കാർഡ് എന്ന് പറയുന്നത് എംപറർ കാർഡാണ്. അപ്പോൾ എംപറർ കാർഡ് ഞാൻ പറയാറുണ്ട് ഓൾറെഡി, ഒരു മിഡിൽ ഏജ്ഡ് ആയിട്ടുള്ള, അതായത് ഫാമിലി മാൻ, ഭാര്യ, കുട്ടികൾ, അല്ലെങ്കിൽ നേരെ തിരിച്ചു ഭർത്താവ്, മക്കളൊക്കെയുള്ള ഒരു എനർജിയാണത്. കുറച്ച് പ്രായവും പക്വതയൊക്കെ വന്ന എന്ന് നമ്മൾ പറയുന്ന രീതിയിലുള്ള ഒരു എനർജിയാണത്. അപ്പോൾ അവര് അത്രയും പക്വത കാണിക്കുന്ന വ്യക്തികളല്ല ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ അടുത്തുള്ളപ്പോൾ, അങ്ങനത്തെ വ്യക്തികളല്ല എങ്കിൽ പോലും തീർച്ചയായിട്ടും ഇപ്പോൾ അവർക്ക് ആ ഒരു രീതിയിൽ ഇരുന്ന് കഴിഞ്ഞാൽ മാത്രമേ കാര്യങ്ങൾ നടക്കുള്ളൂ എന്നുള്ളൊരു സിറ്റുവേഷനാണ്. കാരണം ഇവിടെ ഇവര് വളരെ സ്ട്രോങ് ആയിട്ട് ഇവർക്ക് സമൂഹത്തിന്റെ മുൻപിൽ നിൽക്കണം, അല്ലെങ്കിൽ അവരിപ്പോൾ എവിടെയാണോ ഉള്ളത് അവിടെ അവർക്ക് വളരെ സ്ട്രോങ് ആയിട്ട് നിന്നേ പറ്റൂ. അപ്പോൾ അവരുടെ ഉള്ളിലുള്ള എല്ലാ ഇമോഷൻസും അവർ മാറ്റി വെച്ചിട്ട് ഒരു മാസ്ക് ഇട്ട പോലെ എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല എന്നുള്ള രീതിയിലാണ് ഇവരിപ്പോൾ നടക്കുന്നത്. അതാണ് നമുക്ക് ആ ഒരു എനർജിയിൽ പറയാൻ പറ്റുക. അതുപോലെ തന്നെ അടുത്ത് വന്നിരിക്കുന്നതും ഹെർമിറ്റ് കാർഡാണ്. ഇപ്പം ഇവിടെ വന്നിരിക്കുന്ന ഈ 3 എണ്ണം എന്ന് പറഞ്ഞ മേജർ ആർക്കാന കാർഡ്സ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഹെർമിറ്റ് എനർജിയും ഇതുപോലെ തന്നെ സെയിം ആയിട്ട് സോളിറ്റ്യൂഡ് ഉള്ളൊരു കാർഡാണ്. അതുപോലെ തന്നെ മറ്റുള്ളവരോട് ഇടപഴകാനായിട്ട് മടി തോന്നിക്കുന്ന ഒരു കാർഡാണ്. ഞാൻ മതി, എൻ്റെ ഒരു ലോകത്ത് ഞാനിപ്പോൾ കംഫർട്ടബിൾ ആണ്. അതായത് ഇവർക്കിപ്പോൾ തോന്നുന്നത് എനിക്ക് പറ്റിയ വേറെ ആരുമില്ല, എന്നെ ഞാനാണ് മനസ്സിലാക്കുന്നത് എന്നുള്ളൊരു എനർജിയാണ്. ആരും എനിക്ക് വേറെ ഇല്ല, എനിക്കിനി ആരും വേണ്ടേം താനും, ഞാൻ തന്നെയാണ് എനിക്ക് ബെറ്റർ, എനിക്ക് വിശ്വസിച്ചെടുത്തു നിന്നും ഒരു നല്ല പരിഗണന ലഭിച്ചില്ല എന്നൊക്കെയുള്ള ഒരു തരം തോന്നലുകളാണ്. അതായത് അവരെ സെൽഫ് പ്രൊട്ടക്ട് ചെയ്യാൻ നോക്കുന്നു എന്നുള്ളതാണ്. അവരെ സ്വയം സ്നേഹിക്കാൻ നോക്കുന്നു, ഒരു സെൽഫ് ലവ് വരുന്നു എന്നുള്ള പോലെ. അപ്പൊ അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് ഇവർ ഒരുപാട് ലെസൺസ് ഇവിടെ പഠിച്ചു കാണണം. അത് നമുക്ക് പറയാം. ഹെർമിറ്റ് എനർജി എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ആ ഒരു മൈൻഡ് അല്ലെങ്കിൽ ആ ഒരു ഫീലിങ്സിൽ കൂടെ പോകുന്ന വ്യക്തി അവർ ഒരുപാട് ലെസൺസ് ഇപ്പോൾ ലൈഫിൽ പഠിച്ചിട്ടുണ്ടാവണം. അതുപോലെ തന്നെ നിങ്ങളെക്കുറിച്ചുള്ള റിലേഷൻഷിപ്പിന്റെ കാര്യമാണെങ്കിലും അത് എന്തൊക്കെ അതിൽ പാളിച്ചകൾ വന്നുപോയി, എന്തൊക്കെയാണ് അതിൽ ഉണ്ടായ ലാഭനഷ്ടങ്ങൾ എന്നൊക്കെ അവർ ചിന്തിക്കും. അപ്പോൾ ഈ ഒരു സെറ്റ് ഓഫ് കാർഡ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് കൂടുതലും മനസ്സിലാക്കാം ഇവിടെ അവർ വല്ലാതെ ആലോചിക്കുന്നുണ്ട്, പക്ഷെ എല്ലാം ഹൈഡിങ് ആണ്. ആരോടും ചിലപ്പോൾ അടുത്ത സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ പോലും അവരോട് പോലും
തുറന്ന് പറയാത്തൊരു എനർജീസാണ് നമ്മളിവിടെ കാണുന്നത്. അതുപോലെ തന്നെ 9 ഓഫ് വൺസ്. അപ്പോൾ 9 ഓഫ് വൺസ് എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ പറയാറുണ്ട് ഓൾറെഡി ഒരു എക്സോസ്റ്റഡ് ആയിട്ട് നിൽക്കുന്ന വ്യക്തിയാണെന്നുള്ളത്. പക്ഷെ ഇവിടെ ഈ ഒരു സിറ്റുവേഷൻ പ്രകാരം ഈ വ്യക്തി ആലോചിക്കുകയാണ്, ഇപ്പൊ നിങ്ങളിൽ നിന്ന് പോയിട്ടുള്ളതല്ലേ, ഇനിയിപ്പോ നിങ്ങളെ നേടാൻ അല്ലെങ്കിൽ നിങ്ങളിലേക്ക് വീണ്ടും വരാൻ ആരോടെങ്കിലും ഒക്കെ ഫൈറ്റ് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ ഞാൻ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അതിന് റെഡിയാണ് എന്ന് ചിന്തിക്കുന്ന ഒരു എനർജിയാണ്. അതായത് അവരുടെ തന്നേതായ ഒരു ഷെല്ലിലേക്ക് ചുരുങ്ങാനായിട്ട് അവർ ശ്രമിക്കുന്നുണ്ടെന്നുള്ളത് അതൊരു ഹീലിംഗ് ആണ്. ആ ഹീലിംഗിലേക്ക് അവർ പോകുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങളുടെ പ്രേയം കൊണ്ടായിരിക്കും അവരൊരു ഹീലിംഗിലേക്ക് വരുന്നുണ്ട്. പക്ഷെ അതോടൊപ്പം തന്നെ ഇപ്പൊ നിങ്ങളെ ഇങ്ങനെ ഓർമ്മകൾ കൺഫ്യൂസ് ചെയ്യിക്കുന്നത് പോലെ ഇവർക്കും സെയിം പ്രശ്നങ്ങളുണ്ട്. അപ്പൊ ഇവരിത് മാറി മറിഞ്ഞ് ചിന്തിച്ചുകൊണ്ടിരിക്കും. അതാണ് പ്രശ്നം. അത് തന്നെയാണ് നമുക്ക് നെക്സ്റ്റ് ആയിട്ട് വരുന്ന വീൽ ഓഫ് ഫോർച്യൂൺ കാർഡ് നമ്മളോട് പറയുന്നത്. 10th കാർഡാണ്. അതായത് വീൽ ഓഫ് ഫോർച്യൂൺ എന്ന് പറയുമ്പോൾ ഇതൊരു സൈക്കിളാണ്. ഇപ്പൊ ആരാണോ ഈ ബോട്ടമിലുള്ളത് അവർ നാളെ ഇതിന്റെ മേളിൽ വരും എന്നുള്ളതാണ്. അതുപോലെ തന്നെ അതായത് ഇത്രയേ ഉള്ളൂ, നമ്മുടെ ലൈഫിൽ അപ്പ് ആൻഡ് ഡൗൺസ് ഇത് രണ്ടും ഉള്ളതാണ്. എപ്പോഴും സന്തോഷം എപ്പോഴും ദുഃഖം എന്നുള്ളതല്ല, ഒരു മാറ്റം വരും എന്നുള്ളത് നമുക്ക് പറഞ്ഞു തരുന്ന ഒരു കാർഡാണ്. പക്ഷെ ഇവിടെ ഈ ഒരു കാർഡിന്റെ ഒരു നിങ്ങളുടെ ഒരു പേഴ്സന്റെ ഫീലിംഗ് വെച്ച് നോക്കുമ്പോൾ ഇവരിപ്പോൾ ചിന്തിക്കുന്നത്, ചില സമയത്ത് ഇവർക്ക് ഓടി നിങ്ങളുടെ അടുത്തേക്ക് വരാൻ തോന്നും. അല്ലെങ്കിൽ എത്രയും വേഗം ഒരു കമ്മ്യൂണിക്കേഷൻ വേണം, അല്ല എത്രയും വേഗം ഞങ്ങൾക്ക് ഒരുമിക്കണം എന്നൊക്കെ ചിന്തിക്കും. സെയിം ടൈം ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ ഇവർ നേരെ ഓപ്പോസിറ്റ് ചിന്തിക്കും, അല്ല ഇത് ശരിയുള്ള സമയമൊന്നുമല്ല, ഇപ്പോൾ ഇതിന് പറ്റിയ അവസരമല്ല, അല്ലെങ്കിൽ ഞാൻ പോയപ്പോൾ കാര്യങ്ങളൊന്നും ശരിയാവില്ല. ഇങ്ങനെ ഒരു ഡബിൾ മൈൻഡഡിലാണ് അവരിപ്പോൾ നിൽക്കുന്നത്. അതാണ് ഈ വീൽ ഓഫ് ഫോർച്യൂൺ കാർഡ് നമുക്ക് പറഞ്ഞു തരുന്നത്. അതുപോലെ തന്നെ സ്റ്റാർ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഈ സ്റ്റാർ എന്ന് പറയുമ്പോൾ ഇവർക്ക് നമുക്ക് എന്താ പറയാൻ പറ്റുക, അതൊരു പ്രതീക്ഷയുടെ കാർഡാണ്. സ്റ്റാർ ഹോപ്പിന്റെ കാർഡാണ്. അതുപോലെ ക്യൂരിയോസിറ്റിയുടെ കാർഡാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇവർക്കിപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്നു, നിങ്ങൾ ഏത് സ്റ്റേജിലാണെന്നൊക്കെ അറിയാൻ നല്ല താല്പര്യമുണ്ട് അവർക്ക്. നിങ്ങളെക്കുറിച്ച് അറിയാം, നിങ്ങളെക്കുറിച്ച് ഒരു കമ്മ്യൂണിക്കേഷനും ഇല്ലാതിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾ എന്തെടുക്കുന്നു എന്നൊക്കെ അറിയാൻ അവർ താല്പര്യപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ അവർക്കൊരു ഹോപ്പ് ഉണ്ട്. ഇപ്പൊ അവരുടെ മൈൻഡ് കൺഫ്യൂസ്ഡ് ആണെങ്കിലും എന്നെങ്കിലും ഇത് ശരിയാവും എന്നുള്ളൊരു പ്രതീക്ഷ അവരിലുണ്ട്. അതാണ് നമുക്ക് ഇവിടെ സ്റ്റാർ കാർഡ് പറഞ്ഞു തരുന്നത്. അതുപോലെ അടുത്തത് പേജ് ഓഫ് കപ്സിന്റെ എനർജിയാണ്. അപ്പൊ ഈ പേജ് ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി നോക്കണം, ഈ എംബററിന്റെ അടിയിൽ ഇരിക്കുന്നതാണ് ഈ പേജ് ഓഫ് കപ്സ്. അതായത് ഇത് കാണുമ്പോൾ ചിരിയും വരും. കാരണം ഈ പുറമെ വലിയ എംബററായിട്ട് ഗൗരവക്കാരനായിട്ട് നടിച്ചിരിക്കുന്ന ഈ ഒരു വ്യക്തി, ഇവരുടെ മൈൻഡ് എന്ന് പറയുമ്പോൾ ഈ ഒരു പേജിനെ പോലെയാണ്. അത് ഒരു 17കാരന്റെ ഒരു എനർജിയാണ്. അതായത് മനസ്സുകൊണ്ട് അവരത്രയും എന്താ പറയാ, ഇപ്പോഴത്തെ ഒരു അവസ്ഥയെ പറഞ്ഞ നിഷ്കളങ്കരാണ്, അല്ലെങ്കിൽ അത്രയും എനർജി ഉള്ളൂ അവർക്ക് എന്നുള്ളത് വേണമെങ്കിൽ പറയാം. അപ്പൊ ഇവിടെ അവരൊരു പുതിയ ഓപ്പണിങ്, അവർക്ക് നിങ്ങളെ നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതൊക്കെയാണ് നമുക്കിവിടെ മനസ്സിലാവുന്നത്. അപ്പൊ ഇവരൊരു മാസ്ക് ഇട്ട് ഇവിടെ നടക്കുകയാണ്, പക്ഷെ അവരുടെ ഉള്ളിലുള്ള എനർജി ഇതാണ്. അതുപോലെ ഈസ് ഓഫ് വാൺസും നിങ്ങൾക്കറിയാലോ, ഒരു പുതിയ പാഷനേറ്റ് ആയിട്ടുള്ള തുടക്കം അവർ ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ വല്ലാതെ നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പ് സംഭവിച്ചതിൽ അവർക്കൊരു ഹേർട്ട് ചെയ്യുന്നുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ അങ്ങനത്തെ ഒരു എനർജിയാണ്. ഇപ്പൊ കണ്ടില്ലേ, ആ ഒരു തുടക്കം ഇവിടെ ഉള്ളപ്പോൾ തന്നെ വേഗം തന്നെ ഒരു 8 ഓഫ് കപ്സിന്റെ എനർജിയാണ് പിന്നെ വന്നിരിക്കുന്നത്. അതായത് ഇതിപ്പോ നമ്മൾ ഒരു ഫീലിങ്സ് എടുക്കുവാണല്ലോ. അപ്പൊ ഇവരുടെ മൈൻഡിന്റെ കൺഫ്യൂഷൻസ് ആണ് നമുക്ക് ഈ മനസ്സിലാക്കി തരുന്നത്. ഒരു സ്റ്റെഡിനെസ് ഇല്ലാതെയുള്ള ഒരു കൺഫ്യൂഷൻസ്. പക്ഷെ അതേസമയം തന്നെ അവർ കുറച്ച് സ്പിരിച്വൽ വേയിലോട്ടൊക്കെ പോയിട്ടുണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അതുകൊണ്ട് അവരൊരു ഹീലിംഗിലുമാണ്. പക്കായിട്ടൊരു ഡിസിഷൻ എടുക്കാനുള്ള മൈൻഡ് അവർക്ക് വന്നിട്ടില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇവിടെ ഈ ഒരു 8 ഓഫ് കപ്സിന്റെ എനർജി എന്ന് പറയുമ്പോൾ ഇവർക്ക് ചില കുറ്റബോധങ്ങളുണ്ട്. നിങ്ങളോട് ചെയ്തു പോയ കാര്യങ്ങളിൽ ചില കുറ്റബോധങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവർക്ക് ആ ഒരു ഇത് വെച്ച് നോക്കുമ്പോൾ നിങ്ങളിലേക്ക് വരാനായിട്ടൊരു പേടി. അതുകൊണ്ട് ഇതിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് പോകണോ മനസ്സുകൊണ്ട്. ഇപ്പൊ നിങ്ങൾ ചിന്തിക്കില്ലേ, എനിക്ക് എപ്പോഴും ഈ ചിന്ത തന്നെയാണ്, എനിക്ക് ഇതിൽ നിന്ന് മാറി പോയാൽ കൊള്ളാം എന്നുണ്ടെന്ന് നിങ്ങൾ ചിന്തിക്കുന്ന സെയിം ഫീലിംഗ്. അതാണ് ഇവരിവിടെ ചിന്തിക്കുന്നത്. അപ്പോൾ അതിനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ അവർക്കൊരു ഫിയർ ഉണ്ട് നിങ്ങളുടെ അടുത്തേക്ക് വരാൻ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതുപോലെ നമുക്കിവിടെ പിന്നെ വന്നിരിക്കുന്ന കിങ് ഓഫ് വാൺസ്, നൈറ്റ് ഓഫ് സോർട്സ്, പിന്നെ അത് കഴിഞ്ഞ ശേഷം 10 ഓഫ് സോർട്സിന് ശേഷം കിങ് ഓഫ് പെന്റക്കിൾസ്. അതായത് കോഡ് കാർഡ്സിന്റെ ഒരു ബഹളാണ് ഈ ഡ്രോയ്ക്കകത്തുള്ളത്. അതായത് ഇവരുടെ മൈൻഡിന്റെ ഫ്ലക്ച്വേറ്റിംഗ് ടെൻഡൻസീസ് ആണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അപ്പോൾ ഈ കിങ് ഓഫ് വാൺസും ഇതുപോലെ തന്നെ, കിങ് ഓഫ് വാൺസ് ആയാലും നൈറ്റ് ഓഫ് സോർട്സ് ആയാലും, നൈറ്റ് ഓഫ് സോർട്സ് എന്ന് പറഞ്ഞാൽ ഇംപേഷ്യന്റ് ആയിട്ടുള്ള വ്യക്തികളാണ്, റെസ്ലെസ് ആണ്. ഈ ഒരു സിറ്റുവേഷനിലാണ് അവർ ഉള്ളതെങ്കിൽ അവരുടെ മൈൻഡ് പെട്ടെന്ന് കൺഫ്യൂഷൻ ആയിട്ട് വേഗം ഓടി വരണം,
ഒന്ന് ഇപ്പൊ നിങ്ങളെ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണെങ്കിൽ ബ്ലോക്ക് മാറ്റിയിട്ടൊന്ന് മെസ്സേജ് അയച്ചാലോ എന്നൊക്കെ പെട്ടെന്ന് ചിന്തിക്കുന്ന ഒരു സംഭവമാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും ഫ്രണ്ട്സിനെ ഒന്ന് കോൺടാക്ട് ചെയ്ത് നോക്കിയാലോ. ഭയങ്കരമായി, അതായത് വരവരാഴിക ചിന്തിക്കാതെ വേഗമായിട്ട് അങ്ങോട്ട് സഡൻ ആയിട്ട് തീരുമാനം എടുക്കുകയാണ്. അതാണ് അതിൻ്റെ ഒരു ഇതെന്ന് പറയുന്നത്. കിങ് ഓഫ് വാൺസും അതുപോലെ തന്നെ റീകൺസിലിയേഷൻ കാർഡും കൂടിയാണത്. നമ്മുടെ ഒരു എക്സിന്റെ നോക്കുമ്പോൾ റീകൺസിലിയേഷൻ കാർഡാണ്. അവർക്ക് നിങ്ങളിലേക്ക് വരാനായിട്ട് നല്ല താല്പര്യമുണ്ട്. ഇവിടെ പലതും റീകൺസിലിയേഷൻ കാർഡ്സ് ആണ്. പിന്നെ ഇതേപോലെ തന്നെ നമ്മൾ ഹെർമിറ്റ് പറയുമ്പോഴും അതുപോലെ 10 ഓഫ് സോർഡ്സ് ഒക്കെ പറയുമ്പോഴാണ് അവർ, അതുപോലെ തന്നെ 8 ഓഫ് കപ്സ് ഒക്കെ പറയുമ്പോഴാണ് അവരൊന്ന് ഉൾവലിഞ്ഞ് നിൽക്കുക എന്നുള്ളത് പറയുന്നത്. അതിന്റെ അർത്ഥം വേറൊന്നും അല്ല, കൂടുതൽ റീകൺസിലിയേഷൻ തന്നെയാണ്. പക്ഷേ അവർ ഉൾവലിഞ്ഞ് നിൽക്കുന്നു എന്ന് പറയുന്നത് വേറെ ഒന്നും കൊണ്ടല്ല, അവർക്കുള്ള ഫിയറും ആങ്സൈറ്റി ഒക്കെ കൊണ്ടാണ്. അതുപോലെ നിങ്ങൾ അവരെ സ്വീകരിക്കുമോ എന്നൊക്കെ ഉള്ളതാണ്. ഈ പാർട്ടീസ് എന്ന് പറയുന്നത് ഭയങ്കര ഈഗോ പാർട്ടീസാണ്. അപ്പോൾ അതാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള പ്രശ്നം. ഈഗോ ഉള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ തന്നെ അത് ഉള്ളിൽ വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കും. കാരണം ഈഗോ ഉണ്ടല്ലോ, അപ്പോൾ ഒരു നാണക്കേട് ഉണ്ടായാലോ എന്നുള്ളത്. അപ്പോൾ അത് നമുക്ക് ഓൾറെഡി ഹെർമിറ്റിന്റെ എനർജിയിൽ ഇവിടെ പറയാം. കാരണം അവർ കുറച്ച് ഷൈ ആയിട്ടുള്ള പോലെയാണ് ഇപ്പൊ നിൽക്കുക. അതായത് ഒരു റിലേഷനിലേക്ക് അവർക്ക് ഇപ്പോൾ പോകണം, അതായത് നിങ്ങളുമായിട്ടുള്ള റിലേഷനിലേക്ക് പോകണം എന്നുണ്ടെങ്കിൽ പോലും അവരത് കാണിക്കൂല. കാരണം അതൊരു പൊതുസമൂഹത്തിന്റെ മുമ്പിൽ ഒരു നാണക്കേട്, അല്ലെങ്കിൽ ആരുടെയൊക്കെ മുമ്പിൽ അവർക്കതൊരു നാണക്കേട്, നിങ്ങളുടെ അടുത്ത് വരാനുള്ള നാണക്കേട്, അതൊക്കെ കൊണ്ട് അവരങ്ങനെ നിൽക്കും. അപ്പൊ അതുപോലെ തന്നെ ഇവിടെ 10 ഓഫ് സോർഡ്സിന്റെ എനർജി എന്ന് പറയുമ്പോൾ ഇപ്പൊ ഇത്രയും കാർഡ്സിൽ വലിയ കുഴപ്പമില്ല. പക്ഷെ നമ്മൾ ഇവിടെ നമ്മൾക്ക് അറിയാം ഒരു ബ്ലാക്ക് ഷെയ്ഡ് ഉള്ള ഒരു കാർഡാണിത്. അതായത് അതിന്റെ ഒരു ഇന്റൻസിറ്റി, ആ പെയിന്റ് ഇന്റൻസിറ്റിയാണ് നമ്മൾ ഈ ബ്ലാക്ക് വഴി കാണിച്ചു തരുന്നത്. അത്രയും അധികം പെയിൻ അവര് ചില നിമിഷങ്ങളിൽ അനുഭവിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അത്രയധികം സ്ട്രെസ്, പെയിൻ ഒക്കെ അവർക്കുണ്ട് നിങ്ങളുടെ കാര്യം ആലോചിക്കുമ്പോൾ, അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പ് എൻഡായി പോയത് ആലോചിക്കുമ്പോൾ. ഇങ്ങനെയൊന്നും വേണ്ടിയില്ലായിരുന്നു, പക്ഷെ ഏത് സമയത്ത് എനിക്കിതൊക്കെ തോന്നിയത്, ഇങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കില്ല. ആ ഒരു എനർജിയാണ് വല്ലാത്തൊരു, അത് ആലോചിക്കുമ്പോൾ അവർക്കൊരു ഭയങ്കര പെയിൻ, ഒരു ഹൃദയവേദന ഉണ്ടാവുമെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതുപോലെ പിന്നെ വന്നിരിക്കുന്നത് കിങ് ഓഫ് പെന്റക്കിൾസിന്റെ കാർഡാണ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞില്ല, അവർ അവരുടേതായിട്ടുള്ള ഒരു കരിയർ, അല്ലെങ്കിൽ ഇങ്ങനെ പോയാൽ ശരിയാവില്ല, എൻ്റെ വഴി നോക്കണം എന്നുള്ള ഒരു എനർജിയിലാണ് അവർ നിൽക്കുന്നത്. എവിടെയാണെന്നുണ്ടെങ്കിലും അവർക്കൊന്ന് മുന്നേറണം എന്നുള്ള ചിന്തയൊക്കെ ഇപ്പോൾ അവർക്ക് വന്നിട്ടുണ്ട്, അങ്ങനെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇന്നാളത്തെ പോലെ ഒടിഞ്ഞു തൂങ്ങിയ കാർഡ്സ് ഒന്നും അല്ല. അപ്പോൾ അവർ പെന്റക്കിളുടെ എനർജി എന്ന് പറയുമ്പോൾ ഫീലിങ്സ് ആയിട്ട് നോക്കുകയാണെങ്കിൽ അവരും നമുക്കിത് തന്നെ പറയാൻ പറ്റും, മിസ് ചെയ്യുന്നുണ്ട്, റീകൺസിലിയേഷൻ കാർഡാണെന്നുള്ളതൊക്കെ. പക്ഷെ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും അവർ ആഗ്രഹിക്കുന്നുണ്ട് ഈ സമയത്ത് എന്നുള്ളതും നമുക്ക് മനസ്സിലാക്കണം. അതും ഇതിന്റെ കൂടെ തന്നെയുള്ളതാണ്. ലാസ്റ്റ് കാർഡ് എന്ന് പറയുന്നത് ടെമ്പറൻസ് കാർഡാണ്. ടെമ്പറൻസ് കാർഡ് എന്ന് പറയുമ്പോൾ ഒരു തരത്തിൽ പറയുമ്പോൾ അതൊരു സോൾ കണക്ഷൻ കാർഡാണ്. അപ്പൊ അവരിപ്പോ ഒരു ബാലൻസിങ്ങിലേക്ക് പോവുകയാണ്. സമൂഹത്തിന്റെ മുന്നിലാണെങ്കിലും അല്ലെങ്കിൽ ആരുടെ മുൻപിലാണെങ്കിലും ഒരു ബാലൻസിങ്, അവരുടെ ഉള്ളിലുള്ള നോവൊന്നും ആരെ അറിയിക്കാതെ എല്ലാം ഒരു ബാലൻസിങ്ങിലേക്ക് കൊണ്ടുവന്ന് ആ ഒരു സ്റ്റേജിലാണ് അവരിയ്ക്കുന്നത്. അത് മാത്രമല്ല, നിങ്ങളുമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ, ഒരു ഹാർമണി, ഒരു ബാലൻസിൽ പോകണം എന്നുള്ളൊരു മീനിങ്ങും ഇവിടെയുണ്ട്. അങ്ങനെയും അവർ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അതേപോലെ തന്നെ ഇവിടെ നൈറ്റ് ഓഫ് പെന്റക്കിൾസ് ആണ്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അതാണ് നിങ്ങൾക്കുള്ള ബോട്ടം ഓഫ് ദ ഡെക്ക് ആയിട്ട് വന്നിരിക്കുന്നത്. അതിനുശേഷവും ഏസ് ഓഫ് പെന്റക്കിൾസ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ നൈറ്റിന്റെ എനർജി എന്ന് പറയുമ്പോൾ വളരെ ആലോചിച്ച് സ്ലോ ആയിട്ടുള്ള എനർജിയാണ്. അങ്ങനെ ഒരു പുതിയ സ്റ്റാർട്ടിങ് അവർ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ അതിന് മുൻപായിട്ട് ഈ ഒരു സ്പ്രെഡ് പ്രകാരം നോക്കുമ്പോൾ ഇവർക്ക് ചില പ്ലാനിങ്ങും പദ്ധതികളൊക്കെ ഉണ്ട്. ഇവർക്ക് കുറച്ച് ഫിനാൻഷ്യൽ ആയിട്ടൊരു പ്രോഗ്രസ് വേണമെന്ന് ഇവർ ചിന്തിക്കുന്നുണ്ട്. അതിനൊക്കെ ശേഷം നിങ്ങളിലേക്ക് വരാനാണ് ഇവർ ആഗ്രഹിക്കുന്നത്. അതായത് ഞാൻ പറഞ്ഞില്ല, ഇവരൊരു ഈഗോയിസ്റ്റിക് മൈൻഡുള്ള വ്യക്തികളാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മുമ്പിൽ ഇവർക്ക് പെയിൻ ഉണ്ടെങ്കിലും കരഞ്ഞ് നിലവിളിച്ച് വരാനായിട്ട് ഇവരുടെ മനസ്സ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ഇവരുടെ ഫിസിക്കൽ ബോഡി മൈൻഡും ആഗ്രഹിക്കുന്നില്ല. ഇവർക്ക് നിങ്ങളുടെ മുമ്പിൽ ആരെങ്കിലുമൊക്കെ ആയിട്ട് ഒരു സ്റ്റാറൊക്കെ ഇട്ട് വരണം എന്നാണ് ആഗ്രഹം. അതായത് ഒരു എന്താണ്, ഇപ്പൊ നിങ്ങൾ കുറെ നാളുകൾക്ക് ശേഷം വീണ്ടും ഒരു യൂണിറ്റി ഉണ്ടാവുമ്പോൾ അല്ലെങ്കിൽ ഒരു റീകൺസിലിയേഷൻ ഒക്കെ ഉണ്ടാവുമ്പോൾ ഇവരൊട്ടും കുറഞ്ഞു പോയ ആൾക്കാരായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യരുത്. അങ്ങനെ വേണം അവർക്ക് നിങ്ങളുടെ മുന്നിലേക്ക് വരാൻ എന്നിവർ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ടൊക്കെ എന്തെങ്കിലും അവരുടെ ലൈഫിൽ മാറ്റം വരുത്തണം. ചിലപ്പോൾ കരിയർ ആയിട്ടുള്ള ആൾക്കാരായിരിക്കാം, അവരുടെ ജോലിക്ക് മാറ്റം വരുത്താനായിരിക്കും, അല്ലെങ്കിൽ ഫിനാൻഷ്യലി ആയിട്ട് എന്തെങ്കിലും സമ്പാദിക്കണം എന്നായിരിക്കും. അപ്പൊ അങ്ങനെയൊക്കെ അവർ നന്നായിട്ട് ചിന്തിക്കുന്നുണ്ടെന്ന് വേണം ഇവിടെ മനസ്സിലാക്കാനായിട്ട്. അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സന്റെ ഇപ്പോഴുള്ള ട്രൂ ഫീലിങ്സ്. ഇനി നമുക്ക് 2 ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും നോക്കാം. അപ്പോൾ എന്താണ് ഇവരുടെ അവസ്ഥ, ഇവർക്ക് പുരോഗതി വല്ലതും സംഭവിച്ചോ അല്ലെങ്കിൽ വീണ്ടും അടിയിലോട്ട് പോയോ എന്നുള്ളതൊക്കെ നമുക്കറിയാം. ഓക്കെ, അപ്പം ഇതാണ് ഇന്നത്തെ ഉള്ള റീഡിങ്സ്. നിങ്ങൾക്കുമായിട്ട് റെസണേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളിത് ക്ലെയിം ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സ് ആർക്കെങ്കിലും ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ഇതൊക്കെ
എന്താ പറയുക, ഇറ്റ്സ് എ പാർട്ട് ഓഫ് ദ ഗെയിം എന്ന് പറയുന്ന പോലെയാണ് എല്ലാം നടക്കുന്നത്. അത് മനസ്സിലാക്കുക. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ശരി, ഓക്കെ, ബൈ.